നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം ചെയ്യുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കി UAE. പരസ്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും ലൈസൻസ് എടുക്കണം. നടപടി സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരസ്യങ്ങൾ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ. ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡും സേവനങ്ങളും ഉൾക്കൊള്ളുന്ന ഏകീകൃത സംവിധാനം തയ്യാറാക്കാനൊരുങ്ങി UAE. അടുത്ത വർഷം ജനുവരിയോടെ നിലവിൽ വരും. കെനിയയിലെ വാഹനാപകടത്തിൽ 2 കുട്ടികളടക്കം 5 മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചവർ പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികൾ. കനത്ത മഴയിൽ ബസിന്റെ നിയന്ത്രണം വിട്ടത് അപകട കാരണം. അപകടത്തിൽപ്പെട്ടവർ ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയവർ. കേരള തീരത്ത് കൂടുതൽ ജാഗ്രത. പുറംകടലിൽ തീപിടിച്ച കപ്പലിൽ 157 അപായകരമായ വസ്തുക്കൾ. 2240 ടൺ ഇന്ധനം. തീ നിയന്ത്രണ വിധേയമാക്കാനാകാത്തത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളി. കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുന്നു. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. 1000 കോടിയിലേറെ രൂപയുടെ നഷ്ടമെന്ന് സൂചന. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. നിലമ്പൂരിൽ PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയെ ചൊല്ലി വാക്പോര്. PDP പീഡിപ്പിക്കപ്പെട്ട വിഭാഗമെന്നും ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയെന്നും MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയും പിണറായിയും തമ്മിൽ മുമ്പ് പരസ്യമായി ചർച്ച നടത്തിയെന്ന് VD സതീശൻ. LDFും UDFും വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നവരെന്ന് BJP. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് നാളെ ഇംഗ്ലണ്ടിൽ തുടക്കം. ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ലോർഡ്സിൽ. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി പരസ്യം ചെയ്യുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കി UAE. ഇത്തരത്തിൽ പരസ്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും ലൈസൻസ് എടുക്കണമെന്ന നിബന്ധനയുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരസ്യങ്ങൾ സുതാര്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ലൈസൻസ് ഏർപ്പെടുത്തുന്നത്. ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെക്കുന്ന വ്ളോഗർമാർ, ഇൻഫ്ലുവൻസർ, കണ്ടന്റുകൾ നിർമ്മിക്കുന്നവർ, വ്യക്തിഗത സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പരസ്യങ്ങൾ ചെയ്യുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും ലൈസൻസ് ആവശ്യമാണ്. ലൈസൻസ് ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ ഉണ്ടാകും. എന്നാൽ വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സ്വന്തം പേജുകളിൽ സംസാരിക്കുന്നതിനോ കമ്പനികൾ അവരുടെ ബ്രാൻഡിനെക്കുറിച്ച് സ്ഥാപനത്തിന്റെ പേജുകളിൽ പരസ്യം ചെയ്യുന്നതിനോ നിയന്ത്രണങ്ങളില്ല. UAE നാഷണൽ മീഡിയ കൗൺസിലിന്റെ വെബ്സൈറ്റിലൂടെയാണ് ലൈസൻസിനായി അപേക്ഷിക്കേണ്ടത്. സമൂഹ മാധ്യമ പ്രവർത്തനം, കണ്ടന്റുകളുടെ സ്വഭാവം എന്നിവ പരിശോധിച്ചായിരിക്കും ലൈസൻസ് അനുവദിക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, വ്യാജ അവകാശവാദങ്ങൾ എന്നിവ ഒഴിവാക്കുക, ഉപഭോക്താക്കൾക്ക് സുതാര്യവും വ്യക്തവുമായ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ് നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡും അവർക്കുള്ള സേവനങ്ങളും ഉൾക്കൊള്ളുന്ന ഏകീകൃത സംവിധാനം തയ്യാറാക്കാൻ UAE ഒരുങ്ങുന്നു. അടുത്ത വർഷം ജനുവരിയോടെ ഇത് നിലവിൽ വരും. ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ സേവനങ്ങൾ ഉൾക്കൊള്ളുന്നതാവും തിരിച്ചറിയൽ കാർഡ്. UAE കുടുംബകാര്യ മന്ത്രാലയം സായിദ് ഹയർ ഓർഗനൈസേഷൻ ഫോർ ഡിറ്റർമിനേഷനുമായി സഹകരിച്ചാണ് ഭിന്നശേഷിക്കാർക്കുള്ള സേവനങ്ങൾ ഉൾക്കൊള്ളുന്ന ഏകീകൃത സംവിധാനം നടപ്പാക്കുന്നത്. ദൃഢനിശ്ചയമുള്ള ആളുകൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, സാമൂഹ്യ കാര്യങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ, നിശ്ചയദാർഢ്യമുള്ള ആളുകളുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ, ഭിന്നശേഷി സമൂഹവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കുള്ള മറുപടികൾ ഏകീകൃത സംവിധാനത്തിലൂടെ ആക്കുക എന്നതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് പുതിയ സംവിധാനം. നിശ്ചയദാർഢ്യമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുക, അവരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, ഭിന്നശേഷിക്കാർക്കുള്ള പഠന കേന്ദ്രങ്ങളിൽ ഏകീകൃത കരിക്കുലം നടപ്പാക്കുക എന്നിങ്ങനെ സമഗ്രമായ പദ്ധതിയാണ് UAE കുടുംബകാര്യ മന്ത്രാലയം സായിദ് ഹയർ ഓർഗനൈസേഷൻ ഫോർ ഡിറ്റർമിനേഷനുമായി ചേർന്ന് തയ്യാറാക്കുന്നത്. അമൃത ന്യൂസ്, അബുദാബി. കെനിയയിലുണ്ടായ ബസ് അപകടത്തിൽ 5 മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. കനത്ത മഴയിൽ ബസിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം. 3 പേരുടെ നില ഗുരുതരമാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. ഖത്തറിൽ നിന്ന് കെനിയയിലെത്തി വിനോദയാത്രയ്ക്കിടെ മരിച്ചവരിൽ 6 പേരിൽ 5 പേരും മലയാളികളെന്ന് സ്ഥിരീകരിച്ചു. 3 പേരുടെ നില ഗുരുതരമാണ്. മലയാളികളും കർണാടക സ്വദേശികളും ഗോവൻ സ്വദേശികളും സംഘത്തിലുണ്ട്. പിഞ്ചുകുഞ്ഞും 3 സ്ത്രീകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. തിരുവല്ല സ്വദേശി ഗീത ഷോജി ഐസക്, ജസ്ന കുറ്റിക്കാട്ടുചാലിൽ, ഒറ്റപ്പാലം സ്വദേശികളായ റിയ ആൻ,
ടൈറ റോഡ്രിഗസ്, റൂഹി മെഹ്റിൽ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. സംഘം സഞ്ചരിച്ച വാഹനം വടക്കുകിഴക്കൻ കെനിയയിലെ ഞാൻഡറുവെ പ്രവിശ്യയിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായി താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. 27 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരെ നെയ്റോബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റും. ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുകയും മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. കേരള തീരത്തിനടുത്ത് ഉൾക്കടലിൽ ചരക്കു കപ്പൽ തീപിടുത്തത്തിൽ കാണാതായ 4 ജീവനക്കാർക്കായി തിരച്ചിൽ ഊർജിതം. പരിക്കേറ്റവരിൽ 2 പേർ മംഗലാപുരം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതേസമയം കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമവും പുരോഗമിക്കുന്നു. കപ്പൽ നിയന്ത്രണ വിധേയമാകാത്തതും കണ്ടെയ്നറിലെ അപകടകരമായ രാസവസ്തുക്കളുമാണ് ദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നത്. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തൃശൂർ, എറണാകുളം തീരത്ത് അടിയാൻ സാധ്യതയുണ്ടെന്ന് കണ്ണൂർ അഴീക്കൽ പോർട്ട് ഓഫീസർ PK അരുൺകുമാർ പറഞ്ഞു. തിങ്കളാഴ്ചയാണ് ബേപ്പൂർ തുറമുഖത്തു നിന്നും 78 നോട്ടിക്കൽ മൈൽ അകലെ ചരക്കു കപ്പലിന് തീപിടിച്ചത്. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്കു കപ്പലായ MV വാൻഹായ് 503ക്കാണ് തീപിടിച്ചത്. തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ കടലിലേക്ക് ചാടുകയായിരുന്നു. ഇവരിൽ 18 പേരെ കോസ്റ്റ് ഗാർഡും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവർ മംഗലാപുരം AJ ആശുപത്രിയിലാണുള്ളത്. 22 ജീവനക്കാരിൽ ബാക്കി 4 പേർക്കുള്ള തിരച്ചിൽ ഊർജിതമായി ഇപ്പോഴും തുടരുകയാണ്. ഇവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്വാൻ, ചൈന സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടവർ. അതേസമയം കപ്പലിലെ തീ അണയ്ക്കാനുള്ള നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ശ്രമവും പുരോഗമിക്കുകയാണ്. 7 കപ്പലുകളാണ് ദൗത്യത്തിനുള്ളത്. കപ്പൽ നിയന്ത്രണ വിധേയമാവാത്തതും കണ്ടെയ്നറിലെ അപകടകരമായ രാസവസ്തുക്കളുമാണ് ദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നത്. തീപിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങൾ കൂട്ടിയുരസുമ്പോൾ സ്വയം തീപിടിക്കുന്നതും വായുവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്നതും ശ്വസിച്ചാലോ സ്പർശിച്ചാലോ ഹാനികരമാവുന്നതുമായ ഉൽപ്പന്നങ്ങളാണ് കണ്ടെയ്നറുകളിലുള്ളത്. ഇതിൽ നിരവധി കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. ഇത് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമവും തുടരുകയാണ്. കണ്ടെയ്നറുകൾ തൃശൂർ, എറണാകുളം തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ണൂർ അഴീക്കൽ പോർട്ട് ഓഫീസർ PK അരുൺകുമാർ പറഞ്ഞത്. കപ്പലിൽ നിരന്തരം പൊട്ടിത്തെറി ഉണ്ടാകുന്നുവെന്നും കപ്പൽ ചെരിയുന്നുവെന്നുമുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പ്രാഥമിക വിവരം അനുസരിച്ച് 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. അഴീക്കൽ തുറമുഖത്തിനകലെ ചരക്കു കപ്പലിന് തീപിടിച്ച സംഭവത്തിൽ ആശങ്ക തുടരുന്നു. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. രക്ഷാദൗത്യം ദുഷ്കരമാണെന്നും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ 2 കപ്പൽ അപകടങ്ങൾ നടന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദ്യത്തെ അപകടത്തിൽ കേസെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതിലും ആശങ്കയുണ്ട്. തന്റെ കാലാവധി തീരും മുൻപ് കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് നേട്ടങ്ങൾ വിശദീകരിക്കാനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടത്. കപ്പൽ അപകടത്തിൽ കേസെടുക്കേണ്ട എന്ന സർക്കാർ നിലപാടിൽ ആശങ്കയ്ക്ക് വകയുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമായി തീരും. അത് ഇന്നലെ മാത്രമാണ് അങ്ങനെ കേസ് വേണ്ട കോമ്പൻസേഷൻ. കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് ഒരു പെനിട്രേഷണൽ പവർ എന്ന് പറയുന്നത് അത് കേരള സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും. BJP ചേരിയോട് ചേർന്ന് പ്രവർത്തിക്കണോ എന്ന നിലപാട് വ്യക്തമാക്കേണ്ടത് ശശി തരൂരാണെന്ന് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞു. പാഠം പഠിപ്പിക്കലിന്റെ ഒരു ശക്തി അത് അതിൻ്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ശശി തരൂർ ഓൾ സെറ്റ് ഇസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. മോദി ഭരണത്തിൻ്റെ നന്മയെക്കുറിച്ച് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ കേരളത്തിന്റെ ജനജീവിതത്തിന് ഭീഷണിയാണ്. ഇക്കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ തലവേദന. കാട്ടുപന്നി മാത്രമല്ല, മറ്റ് വന്യമൃഗങ്ങളുടെ ആയാലും അധിനിവേശം ആരുടെ ആണെന്നൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ. പക്ഷേ നമുക്ക് മനുഷ്യന്റെ ജീവനും ജീവിതവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സർക്കാർ വന്നാലും അവർക്കുണ്ട്. ദേശീയപാതയിൽ സ്ഥാപിത താൽപ്പര്യക്കാർക്ക് വേണ്ടി മാറ്റം വരുത്തിയത് അപകടങ്ങൾക്ക് കാരണമായോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വയൽക്കിളികൾ, ഞാൻ ആ സമരത്തിന്റെ കൂടെ നിന്നതല്ലേ. അന്ന് എന്താ ഇവർ പറഞ്ഞത്? ഈ ദേശീയപാത പദ്ധതി പൊളിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയവനാണിവൻ എന്ന് പറഞ്ഞില്ലേ? അതാണോ ഞാൻ ചെയ്തത്?
നമുക്കില്ലേ വെറ്റ്ലാൻഡ് നിയമങ്ങൾ, പാഡി ലാൻഡ് നിയമങ്ങൾ, അതെല്ലാം മറികടന്നുകൊണ്ടല്ലേ. അതാർക്ക് പ്രീണന സ്വഭാവമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. തളിപ്പറമ്പിൽ നിർമ്മാണം നടക്കുമ്പോഴല്ല, നിർമ്മാണം അനുവദിക്കപ്പെടുന്നതിന് മുമ്പ് DPR 1, DPR 2, DPR 3 ഞാൻ ഇപ്പോഴും അസേർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഈ DPR 2, DPR 3 സൗകര്യപ്പെടുത്തലല്ലേ? അവിടെ ഈ നിർമ്മിക്കപ്പെടുന്ന പുതിയ റോഡിന്റെ പരിരക്ഷ എന്ന് പറയുന്നത് ഉറപ്പുവരുത്തിയിട്ടാണോ DPR 3യിലേക്ക് പോയത്? അമൃത ന്യൂസ്, കൊച്ചി. നിലമ്പൂരിൽ കൊണ്ടും കൊടുത്തും പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ. മന്ത്രിമാരുടെ വലിയ പടയെ മണ്ഡലത്തിലെത്തിച്ചാണ് LDFന്റെ പ്രചരണം. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ UDFനായി മണ്ഡലത്തിലുണ്ട്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും NDAയ്ക്കായി പ്രചരണത്തിനിറങ്ങിയപ്പോൾ PV അൻവറിനായി തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും മണ്ഡലത്തിലെത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. UDFന് വെൽഫെയർ പാർട്ടിയും ഇടതുമുന്നണിക്ക് PDPയും ഹിന്ദുമഹാസഭയും പിന്തുണ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. അതേസമയം ഇരു മുന്നണികളും വർഗീയതയെ കൂട്ടുപിടിക്കുന്നു എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വർഗീയതയ്ക്കെതിരെ പറയാൻ UDFന് ഒരു അവകാശവുമില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. MV ഗോവിന്ദന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ CPMന് ഇരട്ടത്താപ്പെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിരം പരിപാടി. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDFനെയാണ് വെൽഫെയർ പാർട്ടി പിന്തുണച്ചിരുന്നത്. PDP ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. PDP സ്ഥിരമായി അവരുടെ കൂടെയാണ് എന്നുള്ളത് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ വെൽഫെയർ കുറേ കാലം അവരുടെ കൂടെ ആയിരുന്നു, ഇപ്പോൾ വിട്ടതാണ്. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യമുണ്ടാക്കുന്നത് ഇതാദ്യമല്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല UDFന്റെ മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും UDF കൂട്ടുകൂടുന്നുണ്ട്. ആരായാലും മതി എന്നുള്ളതാണ്. UDFന്റെ ഘടകകക്ഷികളാരെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആരായാലും മതി എന്നുള്ള നിലയിലാണ് UDFന്റെ പോക്ക്. അതേസമയം 4 വോട്ടിന് വേണ്ടി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നതെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ വ്യക്തമാക്കി. ജനകീയ പ്രശ്നങ്ങൾ ഇടത് വലത് മുന്നണികൾ അവഗണിക്കുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികളുടെയും മതഭീകരവാദ ശക്തികളുടെയും പിന്തുണയിലാണ് രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന, നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി UAE സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാൻ പിന്തുണയോടെ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാനായി UAEയിലെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നൽകിയ സ്വീകരണത്തിന് വിക്രം മിശ്രി നന്ദി അറിയിച്ചു. UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി അൽ നുഐമി, വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം അൽ ഹാഷ്മി എന്നിവരുമായും വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാനായി ശശി തരൂരിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘം തിരിച്ചെത്തി. ദൗത്യം ഫലം കണ്ടുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പിന്തുണ ലഭിച്ചുവെന്നും ശശി തരൂർ പറഞ്ഞു. കൊളംബിയ ആദ്യം പാകിസ്ഥാനെ പിന്തുണച്ചെങ്കിലും പിന്നീട് അത് തിരുത്തിയെന്നും ശശി തരൂർ വ്യക്തമാക്കി.
ഈ വർഷത്തെ ഹജ്ജോടുകൂടി വേനൽക്കാലത്തുള്ള ഹജ്ജ് ഇനി 25 വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 8 ഹജ്ജ് സീസണുകൾ വസന്തകാലത്തും തുടർന്നുള്ള 8 ഹജ്ജ് സീസണുകൾ ശൈത്യകാലത്തുമായിരിക്കുമെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗിക വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി വ്യക്തമാക്കി. ഇതിനുശേഷമുള്ള ഹജ്ജ് സീസണുകൾ ക്രമേണ താപനില ഉയരുന്ന ശരത്കാലത്തായിരിക്കും. ഹജ്ജ് വിസ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി വിദേശ ഹജ്ജ് തീർത്ഥാടകർ സൗദി അറേബ്യ വിടണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ക്രമസമാധാനം നിലനിർത്താനും കാലതാമസം മൂലമുണ്ടാകുന്ന നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനും തീർത്ഥാടകർ വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായി രാജ്യം വിടണം. തീർത്ഥാടകർ നിയമങ്ങളും ഹജ്ജ് വിസ കാലാവധിയും പാലിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയടക്കം 14 രാജ്യങ്ങളിലുള്ളവർക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ എൻട്രി വിസ സൗദി അറേബ്യ വീണ്ടും അനുവദിച്ചു തുടങ്ങി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മൾട്ടിപ്പിൾ റീ എൻട്രി ഓപ്ഷൻ ലഭ്യമായിരുന്നില്ല. പുതിയ ഉംറ വിസകളും ഇന്നു മുതൽ അനുവദിച്ചു തുടങ്ങും. മക്കയിലേക്ക് ഹജ്ജ് അനുമതിയില്ലാത്തവർക്കുള്ള പ്രവേശന വിലക്ക് ബുധനാഴ്ച അവസാനിക്കും. നാളെ മുതൽ എല്ലാവർക്കും മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കും. കുവൈറ്റ് ദേശീയ വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസ് വേനൽക്കാല യാത്രാ സീസണോടനുബന്ധിച്ച് പുതിയ ഇൻഫ്ലൈറ്റ് മെനുകൾ പുറത്തിറക്കി. ഗൾഫ്, യൂറോപ്യൻ, ഏഷ്യൻ, പ്രാദേശിക, അന്തർദേശീയ ഭക്ഷണ വിഭവങ്ങളും മധുരപലഹാരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ മെനു തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ ഇനം മധുരപലഹാരങ്ങളുടെയും വൈവിധ്യമാർന്ന പഴങ്ങളുടെയും രുചി വൈവിധ്യങ്ങൾ മെനുവിലുണ്ട്. യാത്രക്കാർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുടെ രുചി പകരാൻ അവസരം നൽകുന്നതാണ് പുതിയ മെനു എന്ന് കുവൈറ്റ് എയർവേസ് ചെയർമാൻ ക്യാപ്റ്റൻ അബ്ദുൽ മൊഹ്സൈൻ അൽ ഫഖാൻ അറിയിച്ചു. യാത്രക്കാരുടെ ആവശ്യപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ഭക്ഷണ വിഭവങ്ങൾ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ ചൂടിൽ നിന്ന് ആശ്വാസം നേടുന്നതിനും സംരക്ഷണത്തിനുമായി വാഹനങ്ങളുടെ വിൻഡോ ഗ്ലാസുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് നിയമത്തിന്റെ പരിധിക്കുള്ളിലായിരിക്കണമെന്ന് മുന്നറിയിപ്പ്. മുൻവശത്തെ വിൻഷീൽഡ് ഒഴികെ എല്ലാ വിൻഡോ ഗ്ലാസുകളും കറുത്ത ഫിലിം ഒട്ടിക്കാൻ നിയമം അനുവദിക്കുന്നുവെന്നും ഡ്രൈവർമാർക്ക് അവരുടെ വശങ്ങളിലെയും പിന്നിലെയും ജനൽ ചില്ലുകൾ 70% വരെ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ അനുവാദമുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ചുരുങ്ങിയത് 30% സുതാര്യത നിലനിർത്തണം. ഈ നിയമം ലംഘിച്ചാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും 50 മുതൽ 200 ദിനാർ വരെ പിഴയോ 2 മാസം തടവോ ലഭിക്കും. കുവൈറ്റിൽ 500 വിദേശികളുടെ താമസവിലാസം റദ്ദാക്കിയതായി സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി. കെട്ടിട ഉടമയുടെ സമ്മതത്തോടെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പൊളിക്കുന്നത് മൂലമോ താമസവിലാസങ്ങൾ ഇല്ലാതാക്കുന്ന പ്രക്രിയ തുടരുകയാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. മേൽവിലാസം ഇല്ലാതായവർ ഔദ്യോഗിക പത്രമായ കുവൈറ്റ് ടുഡേയിൽ പേര് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം അതോറിറ്റിയിലെത്തി അനുബന്ധ രേഖകൾ നൽകിയ ശേഷം പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ്. കുവൈറ്റിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന വിലക്ക് പിൻവലിച്ചു. 19 വർഷത്തിന് ശേഷമാണ് വിലക്ക് പിൻവലിച്ചത്. പാകിസ്ഥാനി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ തൊഴിൽ ധാരണാപത്ര നടപടികളും പുരോഗമിക്കുകയാണ്. ഇതോടെ രാജ്യത്തെ വിദഗ്ധ തൊഴിലാളികളുടെ നിലവിലെ ക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്തിന്റെ തൊഴിൽ മേഖലയിൽ യോഗ്യരായ ജീവനക്കാരുടെ ആവശ്യകത ഗണ്യമായി ഉയർന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. നിലവിൽ 1200 നഴ്സുമാരെ ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. 2024 ജൂലൈ 30 വയനാട് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ അമർന്നത് 100 കണക്കിന് പേരുടെ ജീവൻ മാത്രമായിരുന്നില്ല, അനേകം പേരുടെ ജീവിതം കൂടിയായിരുന്നു. അവരിൽ പലർക്കും താങ്ങും തണലുമൊരുക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് ഡിസാസ്റ്റർ റെസിലിയൻസ് പദ്ധതിയിലൂടെ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നാളെ നടക്കും. ദുരന്തത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ വന്ന ഇവരുടെ സങ്കടങ്ങൾ പതിയെ മായുകയാണ്. ഒരു സ്വയം തൊഴിൽ പഠിച്ചതിന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായി അവർ പ്രതീക്ഷയോടെ ചവിട്ടിക്കയറുകയാണ്. ഇവർ തുന്നിയെടുക്കുന്ന വസ്ത്രങ്ങൾക്കും ആ കരുത്തുണ്ടാകും. ദുരന്തബാധിതരായ വനിതകൾക്ക് അതിജീവനത്തിന്റെ ഒരു സ്നേഹത്തുരുത്തൊരുക്കിയാണ് അമൃത വിശ്വവിദ്യാപീഠം ദുരന്തബാധിതരെ ചേർത്തു നിർത്തിയത്. അമ്മയൊരുക്കിയ കരുതലിന്റെ കരുത്ത് മുണ്ടക്കൈ സ്വദേശിനി ഷെറീനയുടെ വാക്കുകളിലും പ്രകടമാണ്. നല്ല സന്തോഷമായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അത് നമ്മൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോന്ന് വീട്ടിലേക്ക് നമുക്ക് ഓരോ ചിന്തകളാണല്ലോ. കാരണം അന്നത്തെ നമ്മൾ നേരിട്ട് അഫക്റ്റഡ് ആയ ആൾക്കാരാണ്. പിഞ്ച് മക്കൾ മുതൽ 70-80 വയസ്സായ വാപ്പാനും ഉമ്മാനൊക്കെ വേണം നമ്മൾ ഓടി രക്ഷപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ നമുക്കത് ഒരു കുടുംബമായല്ലോ.
ഞങ്ങളിപ്പോൾ ഫസ്റ്റത്തെ ബാച്ചിൽ 22 ആളുണ്ട്. നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് നിങ്ങൾ ഉയർന്നു വരണം. ഇത് നിങ്ങളൊരു അധപതനായിട്ട് നിങ്ങൾ എടുക്കരുത്, മുന്നോട്ട് വരണം. എങ്കിലേ ഉള്ളൂ നമ്മൾ വേണം നമ്മുടെ കുടുംബത്തിന് സപ്പോർട്ട് കൊടുക്കാൻ. നമുക്ക് ആഗ്രഹം സ്വന്തമായിട്ട് തൊഴിൽ പഠിച്ചല്ലോ. ഇവിടെ വന്ന് നമ്മൾ സ്വന്തമായിട്ട് തൊഴിൽ പഠിച്ചു. അപ്പോൾ അതിന് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും ചെറിയൊരു വരുമാനത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വലിയൊരു വരുമാനമാക്കി കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. സർവ്വതും നഷ്ടപ്പെട്ടപ്പോൾ ഒരു തൊഴിൽ കണ്ടെത്തുക എന്നതായിരുന്നു ഇവർ നേരിട്ട വെല്ലുവിളി. ആഗ്രഹിച്ചതുപോലെ തൊഴിൽ പഠിച്ചെടുക്കാൻ സാധിച്ചതിൽ ചൂരൽമല സ്വദേശിനി സരിത കിഷോറിനുമുണ്ട് ഏറെ ആഹ്ലാദം. ഞങ്ങൾക്ക് ആത്മവിശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു തൊഴിൽ ഇവിടെ പഠിപ്പിച്ചു തന്നല്ലോ. അമ്മേൻ്റെ ഒരു കാരണയും കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ തയ്യലായാലും ഇപ്പോൾ എംബ്രോയ്ഡറി വർക്കായാലും രണ്ടും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളത് കൂടുതൽ പഠിച്ചു. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് കരുതലൊരുക്കണമെന്ന അമ്മയുടെ ആഗ്രഹം വിജയകരമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രൊജക്ടിന്റെ ചുമതല വഹിച്ച ബ്രഹ്മചാരിണി കാരുണ്യാമൃത ചൈതന്യം പറഞ്ഞു. ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് ഇവർക്ക് ഈ തൊഴിൽ പരിശീലനം കൊടുത്ത് അതിലോടൊപ്പം അവരെ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ. അത് നമ്മൾക്ക് ഇവിടെ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകും. അവരെ ആ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളിപ്പം മുന്നോട്ട് ശ്രമിക്കുന്നത്. അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ദുരന്തബാധിതരുടെ ഇടയിൽ സർവേ നടത്തിയായിരുന്നു തൊഴിൽ പരിശീലനം നൽകിയത്. സർവ്വതും നഷ്ടമായവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 87 പേർക്ക് തയ്യൽ പരിശീലനവും 25 പേർക്ക് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും പരിശീലനം നൽകി. കൊച്ചി അമൃത ആശുപത്രിയുടെ കീഴിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗും ഏർപ്പെടുത്തിയിരുന്നു. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായി ഏറെ അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഗോപിനാഥൻ നായർ. ആത്മീയ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളായിരുന്നു അമ്മയുടെ ആശയങ്ങളിലേക്ക് അടുപ്പിച്ചത്. 93-ാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഒരു നിയോഗം പോലെയായിരുന്നു ഗോപിനാഥൻ നായർ അമൃതപുരി ആശ്രമത്തിലേക്ക് കടന്നുവരുന്നത്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം. അമ്മയുടെ സ്പർശനത്തിലൂടെ ആത്മീയതയുടെയും കാരുണ്യത്തിന്റെയും സാഗരം തിരിച്ചറിഞ്ഞു. അമ്മയുടെ വാക്കുകളിലൂടെ ഉള്ളിലെ ചോദ്യങ്ങൾക്കുത്തരം കിട്ടിയപ്പോൾ ആ മുഖം ഒരു യോഗിയുടേതെന്ന പോലെ പ്രകാശിതമായി. പിന്നീട് അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തനായി ആശ്രമത്തിൽ തുടർന്നു. ഒപ്പം ഭാര്യ രാധാഭായിയും. ആശ്രമത്തിലെ സജീവ പ്രവർത്തകനായി തുടരുമ്പോഴായിരുന്നു തന്റെ സഹോദരിയുടെ മകൻ കൂടിയായ നടൻ മോഹൻലാലിനെ അമ്മയുടെ അടുക്കലേക്ക് എത്തിക്കുന്നത്. പിന്നീട് അഭിനയരംഗത്തും ആത്മീയ രംഗത്തും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി മോഹൻലാലിന്റെയും വഴികാട്ടിയായി. 14 വർഷക്കാലം അമൃതപുരി ആശ്രമത്തിലെ സ്ഥിരം അന്തേവാസിയായി കഴിഞ്ഞുവരുമ്പോഴായിരുന്നു നിയോഗം പൂർത്തീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദേഹവിയോഗം. ലളിതമായ ഇടപെടലുകളിലൂടെ സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുത്ത ഗോപിനാഥൻ നായരുടെ വേർപാട് ആശ്രമവാസികൾക്ക് ഏറെ വേദന നിറഞ്ഞതായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശ്രമത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ ജനറൽ മാനേജർ കൂടിയായിരുന്ന ഗോപിനാഥൻ നായരുടെ ഭൗതികദേഹം അവസാനമായി കാണാൻ മുൻകാല സഹപ്രവർത്തകരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അമൃതപുരിയിലെത്തി. പ്രിയ ശിഷ്യന്റെ സംസ്കാര ചടങ്ങുകൾ അമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത്. പ്രാർത്ഥനകളിലൂടെ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും ആശ്രമം ഒന്നടങ്കം ഗോപിനാഥൻ നായർക്ക് യാത്രാമൊഴി നൽകി. അമൃതപുരി ആശ്രമത്തിൽ പ്രത്യേകം ഒരുക്കിയ ഇടത്തായിരുന്നു സംസ്കാരം. ഓസ്ട്രേലിയയിലെ മെൽബണിൽ കോളേജ് ലെക്ചററായ ഏകമകൾ ഗായത്രിയുടെ ഭർത്താവ് രാജേഷ് ചിതയ്ക്ക് തീ പകർന്നു.
അമൃത ന്യൂസ്, കൊല്ലം. വനിതാ ജീവനക്കാരുടെ പരാതിയിൽ നടൻ കൃഷ്ണകുമാറും മകളും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതേസമയം തട്ടിക്കൊണ്ടുപോയി എന്ന ജീവനക്കാരുടെ ആരോപണം കളവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സത്യം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും പ്രതികരിച്ചു. KSRTCയിൽ വീണ്ടും ഗതാഗത മന്ത്രിയുടെ ശുദ്ധികലശം. കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരെന്ന നിലയിൽ മന്ത്രിയുടെ ഫോൺ കോൾ. കൃത്യമായി മറുപടി നൽകാതിരിക്കുകയും ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്ത 9 കണ്ടക്ടർമാരെ സ്ഥലം മാറ്റി. വനിതാ ജീവനക്കാർ അടക്കമാണ് നടപടി നേരിട്ടത്. പരാതികൾ അറിയിക്കാനും ബസ് സമയം അറിയാനുമാണ് KSRTC കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ ലാൻഡ് ഫോണും മൊബൈൽ ഫോണും ഉണ്ട്. എന്നാൽ ഇവിടേക്ക് വരുന്ന ഫോൺ കോളുകൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ പരാതിയുള്ളതാണ്. ഇന്നലെയാണ് കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന രീതിയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഫോൺ വിളിച്ചത്. എന്നാൽ കൃത്യമായ മറുപടി നൽകാതെ നിരുത്തരവാദപരമായ രീതിയിൽ പെരുമാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രി കർശന നടപടി സ്വീകരിച്ചത്. ഉടൻ തന്നെ CMDയോട് കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചു. 4 വനിതാ കണ്ടക്ടർമാരടക്കം 9 പേരെയാണ് സ്ഥലം മാറ്റിയത്. മറ്റു ജില്ലകളിലെ ഡിപ്പോയിലേക്ക് ഉൾപ്പെടെയാണ് സ്ഥലം മാറ്റം. മന്ത്രിയുടെ ഓഫീസിലേക്കും CMDയുടെ ഓഫീസിലേക്കും കൺട്രോൾ റൂമിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആക്ഷേപം വ്യാപകമായതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് നാളെ ഇംഗ്ലണ്ടിൽ തുടക്കമാകും. ടെംബ ബബുവ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കയും പാറ്റ് കമിൻസ് നയിക്കുന്ന ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. ജൂൺ 15 വരെയാണ് ഫൈനൽ മത്സരം. ആവശ്യമെങ്കിൽ ജൂൺ 16 റിസർവ് ദിനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.